അങ്ങനെ ഗുരുവായൂർ ദർശനമൊക്കെ കഴിഞ്ഞ് നേരെ ലഞ്ച് കഴിക്കാൻ വന്നിട്ടുള്ളത്. സത്യം പറയാലോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ചോറ് തന്നെയാണ് കഴിച്ചത്. ബട്ട് നമ്മുടെ നാട്ടിലുള്ള ആ ഒരു ടേസ്റ്റൊന്നും എനിക്കെന്തോ അവിടെ കിട്ടിയില്ല. എന്തായാലും നല്ല വിശപ്പുള്ളതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചിരുന്നു. അങ്ങനെ രാവിലത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് രാത്രി ഒന്നുകൂടെ പോവുകയാണ്. മോൻ്റെ തുലാഭാരം ഉണ്ടായിരുന്നു, അത് രാവിലെ ചെയ്യാൻ പറ്റിയില്ല. ഇന്നത്തെ ദിവസം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ ഇന്നത്തെ ഡേ ചെയ്യണമെന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അത് നൈറ്റത്തേക്ക് മാറ്റി വെച്ചു. രാവിലെ പോയപ്പോൾ ഇവന്മാരെയൊന്നും കാണാൻ പറ്റില്ല. ഞാനിവരുടെയൊക്കെ ഒരു ഫാനാണ്. അപ്പോൾ നൈറ്റ് അവരെയൊക്കെ നല്ല അടുത്തുനിന്ന് തന്നെ കാണാൻ പറ്റി. മോൻ അവനെ തൊടുകയും ചെയ്തു. അമ്പലത്തിൻ്റെ അകത്ത് വെച്ചിട്ടായിരുന്നേ. അവിടെ ഇങ്ങനെ ഇവന്മാരെ നിരന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ ആനപ്പാപ്പനോട് ചോദിച്ചിരുന്നു മോൻ്റെ ബർത്ത്ഡേ ആണോ, ഒരിക്കൽ തൊട്ടോട്ടേയും ചോദിച്ചപ്പോൾ ആൾ സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ മോനെ കൊണ്ട് തൊടിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കാണുന്ന ഈ ഒരു സംഭവം, അവിടെ ഒരു പെങ്കൊച്ചിനെ കണ്ടപ്പോൾ എൻ്റെ മോൻ ഭയങ്കര ഷോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കളിയാണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോഴേക്കും നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. ഗുരുവായൂർ വന്നിട്ട് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഇത് ആദ്യമായിട്ടാണ്. ചുറ്റമ്പലത്തിനകത്ത് തുലാഭാരം ചെയ്യുന്നതിന്റെ പുറത്തായിട്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ ചവിട്ടിയെന്നുകൊണ്ടാണ് ഞങ്ങൾ തുലാഭാരത്തിന് വെയിറ്റ് ചെയ്തത്. അതേതായാലും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ തുലാഭാരവും കഴിഞ്ഞ് മഞ്ചാടിക്കുരു വാരലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ അവൻ്റെ പ്ലേ ടൈം ആയിരുന്നു. ഒരു ഉണ്ണിക്കണ്ണനെ പോലെ ആ ഒരു അമ്പലം നടയിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കുറേ നേരം അവിടെ നോക്കിയിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞത് ഇവിടെ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു മോൻ്റെ ചോറൂൺ ഇവിടെ വെച്ച് നടത്തണം എന്നുള്ളത്. ആക്ച്വലി ഇത് മൂന്നാമത്തെ ചോറൂണാണ്. ദുബായ് വെച്ചിട്ടും അബുദാബി വെച്ചിട്ടും ഓരോണ്ണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മൂന്നാമത്തതാണ്. ചോറൂണ് നമുക്ക് പിന്നെ നമ്മൾ ആഗ്രഹം അനുസരിച്ച് എപ്പോൾ വേണേലും ഒക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ മുന്നേ കഴിഞ്ഞ ആ ഒരു ചോറൂണിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാവേ. ഓക്കെ, അപ്പോൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പൊറോട്ടയും ഒരു കടലക്കറിയാണ് കഴിച്ചത്. ബാക്കി വിശേഷം നാളെ.